അടുത്തത് ഗാമ ഫംഗ്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽസ്. അതിൽ ഫസ്റ്റ് വൺ ഇൻ്റഗ്രൽ 0 to infinity x⁴ e⁻² dx. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ഈ തന്നിട്ടുള്ള ഇൻ്റഗ്രലിൽ 2xൻ്റെ സ്ഥാനത്ത് u കൊടുക്കുക. അപ്പോൾ 2dx = du എന്ന് കിട്ടും. പിന്നെ x 0 ആവുമ്പോൾ എന്താ, uവും 0 ആവും. അതേപോലെ x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ uവും ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇൻ്റഗ്രൽ 0 to infinity x⁴ e⁻²x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to infinity u/2 whole⁴ e⁻u 1/2 du എന്ന് കിട്ടും. അപ്പോൾ അടിയിൽ എന്താ വരിക, u⁴ ഡിവൈഡഡ് ബൈ 2⁴ ഉണ്ട്, പിന്നെ ഒരു ഇൻറ്റു 1/2 ഉണ്ട്. അപ്പോൾ മൊത്തം 1/2⁵ കിട്ടും. അപ്പോൾ 1/32 നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുക എങ്ങനെയാവും, 1/32 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity u⁴ e⁻u du. അപ്പോൾ ഈ u⁴ നമുക്ക് എങ്ങനെ എഴുതാം, u⁵ - 1 എഴുതിക്കൂടെ. അപ്പോൾ അതിങ്ങനെയാവും 1/32 ഇൻ്റഗ്രൽ 0 to infinity u⁵ - 1 e⁻u du. അപ്പോൾ നമുക്കിവിടെ ഈ 5 ആണ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ u⁻p - 1 എന്നുള്ള രീതിയിലാവുമ്പോൾ 5 ആണ് പി എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എന്താ കിട്ടുന്നത്, ഗാമ 5 അല്ലേ. ഈ സാധനം എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുക, ഗാമ 5 ആണ് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താവും, 1/32 ഗാമ 5. നമുക്ക് എങ്ങനെ എഴുതാം, 1/32 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. അതായത് 24/32 = 3/4 എന്ന് കിട്ടും. ഇനി അടുത്ത പ്രോബ്ലം, രണ്ടാമത്തെ പ്രോബ്ലം തന്നിട്ടുള്ള എന്തായിരുന്നു, ഇൻ്റഗ്രൽ 0 to infinity x⁵ e⁻²x ഇതായിരുന്നു. ഇതിൽ നമ്മൾ 0.2xൻ്റെ സ്ഥാനത്ത് u കൊടുക്കുക. അപ്പോൾ 0.2 dx = du എന്ന് കിട്ടും. അത് തൊട്ട് മുന്നത്തെ പോലെ തന്നെ x 0 ആവുമ്പോൾ u 0 ആവും, x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ uവും ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്താ വരിക, ഇൻ്റഗ്രൽ 0 to infinity x⁵ e⁻²x dx എന്തായിട്ട് മാറും, ഈ ഇൻ്റഗ്രൽ 0 to infinity u/0.2 whole⁵ e⁻u ഇൻറ്റു 1/0.2 du. അപ്പോൾ ഇതെങ്ങനെയാവും മാറും, 1/0.2 whole⁵ ഇൻ്റഗ്രൽ 0 to infinity u⁻1.5 - 1 e⁻u du എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ വരിക, ഇപ്പോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5, അപ്പോൾ ഈ മൊത്തം സാധനം എന്തായിട്ട് മാറും, ഗാമ 1.5 ആയിട്ട് മാറും. പിന്നെ നമുക്കിതിന് 1/0.2 whole⁵1.5 എങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതിക്കൂടെ, 1/0.2 whole⁻1.5 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 1/0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5⁻1.5 ഇൻറ്റു ഗാമ 1.5 എന്ന് കിട്ടും. 5⁻1.5 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 5⁻1 പ്ലസ് 0.5 അല്ലേ. അപ്പോൾ 5⁻1 ഇൻറ്റു 5⁻0.5. 0.5 എന്ന് പറഞ്ഞാൽ എന്താ, 1/2 അല്ലേ. അപ്പോൾ 5⁻1 ഇൻറ്റു 5⁻1/2 5√5 എന്ന് കിട്ടും. പിന്നെ ഗാമ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗാമ 1 പ്ലസ് 0.5, അതായത് ഗാമ 1 പ്ലസ് 1/2 എന്ന് കിട്ടും. അപ്പോൾ 1 പ്ലസ് 1/2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഗാമ 1 പ്ലസ് 1/2 എങ്ങനെ എഴുതാൻ പറ്റും, 1/2 ഗാമ 1/2 എന്ന് എഴുതിക്കൂടെ. ഗാമ p+1 പി ഇൻറ്റു ഗാമ പി എന്ന് എഴുതുന്ന പോലെ ഗാമ ഓഫ് 1 പ്ലസ് 1/2 നമുക്ക് എങ്ങനെ എഴുതാം, 1/2 ഗാമ 1/2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതെന്തായിട്ട് മാറും, 5√5 ഗാമ 5√5 ഇൻറ്റു 1/2 ഇൻറ്റു ഗാമ 1/2 എന്ന് കിട്ടും. ഇനി ഗാമ ഓഫ് 1/2 എന്താ, √π നമുക്കറിയാം. അപ്പോൾ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 5√5 ഇൻറ്റു 1/2 ഇൻറ്റു √π. അപ്പോൾ നമ്മൾ എല്ലാം വെട്ടിയൊക്കെ സെറ്റാക്കി കളയുമ്പോൾ ലാസ്റ്റ് 2.5 ഇൻറ്റു √5π എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇൻ്റഗ്രൽ 0 to infinity √y e⁻² dy. ഇതിൽ നമ്മൾ y² എക്സ് കൊടുക്കുക.
സാധാരണ പോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, 2y dy ഈക്വൽ ടു dx. അപ്പോൾ dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx ബൈ 2x⁻1/2 എന്ന് കിട്ടും. ഇനി നമ്മൾ y-ക്ക് 0 കൊടുക്കുമ്പോൾ x എന്താവും, അങ്ങനെ y-ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ x ഇൻഫിനിറ്റി ആവും. ഇനി നമ്മുടെ ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി x⁻1/4 e⁻−x ഇൻറ്റു 1/2 √x dx എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ 1/2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി x⁻1/4 e⁻−x dx എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ -1/4 എങ്ങനെ എഴുതാം, 3/4 -1 എഴുതി കൂടെ. അപ്പോൾ പി എന്ന് പറയണത് 3/4 ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് മൊത്തം സാധനത്തിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഗാമ 3/4 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 1/2 ഗാമ 3/4 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ തേർഡിൻ്റെ ആൻസർ. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ക്യൂബ് റൂട്ട് ഓഫ് എക്സ് e⁻−x² dx ആണ് കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യണത്, ഇവിടെ നമ്മൾ x² u എന്ന് കൊടുത്തു. അപ്പോൾ 2x dx ഈക്വൽ ടു du എന്ന് കിട്ടി. അപ്പോൾ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ du/2√u എന്ന് കിട്ടും. സാധാരണ നമ്മൾ ചെയ്യണ പോലെ എക്സിന് 0 കൊടുത്തു, അപ്പോൾ യുവിന് 0 തന്നെ കിട്ടി. പിന്നെ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോയപ്പോൾ യു ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോയി. ഇനി നമ്മുടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി u⁻1/6 e⁻−u എന്ന് കിട്ടും ഇൻറ്റു 1/2√u du. ഇനി നമ്മൾ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തു. അതേപോലെ എന്താ ചെയ്തത്, ഇവിടെ ഒരു √u ഉണ്ട്, ഇവിടെ u⁻1/6 ഉണ്ട്. രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ u⁻−1/3 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തു വന്നപ്പോൾ എന്ത് കിട്ടി, 1/2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി u⁻2/3 -1 എഴുതി കൂടെ. ഈ -1/3 നമുക്ക് 2/3 -1 എഴുതാൻ പറ്റും. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി u⁻2/3 -1 e⁻−u du എന്ന് കിട്ടി. അപ്പോൾ ഈ ടേം എന്തായിട്ട് മാറി, അപ്പോൾ ഈ ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം, ഗാമ 2/3 എന്ന് എഴുതി കൂടെ. പിയുടെ സ്ഥാനത്ത് 2/3 അല്ലേ, അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് ഗാമ 2/3 ആണ്. അപ്പോൾ എന്താ ആൻസർ കിട്ടിയത്, 1/2 ഗാമ 2/3 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് പ്രോബ്ലം എന്താ, ഷോ ദാറ്റ് ഇഫ് a ഗ്രേറ്റർ ദാൻ 0 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി x⁻a/a⁻x dx എന്ന് പറയുന്നത് ഗാമ ഓഫ് a+1 ഡിവൈഡഡ് ബൈ log a ഹോൾ റേസ് ടു a+1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, നമുക്ക് ആദ്യം അറിയാം എന്താ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻log എന്ന് എഴുതി കൂടെ. അപ്പോൾ e⁻log എന്ന് പറഞ്ഞാൽ എ ആണല്ലോ, അപ്പോൾ a ഈക്വൽ ടു e⁻log എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ a⁻x എന്ന് പറഞ്ഞാൽ എന്താ, e⁻x ആണ്. ഇത് നമുക്കറിയുന്ന ഡെഫിനിഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ a⁻xൻ്റെ സ്ഥാനത്ത് e⁻log സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി x⁻a ഡിവൈഡഡ് ബൈ a⁻x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി x⁻a ഡിവൈഡഡ് ബൈ e⁻log എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മൈനസ് സൈൻ വരില്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി x⁻a e⁻−x log a dx എന്ന് കിട്ടും. ഇനി നമ്മൾ നമ്മുടെ ഈ ഇൻ്റഗ്രലിൽ x log aക്ക് 0 കൊടുക്കാം. ഈ x log aക്ക് 0 കൊടുക്കുക, z കൊടുക്കുക, x log aക്ക് z കൊടുക്കുക ചെയ്യണം. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എന്താ, x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z/log a എന്ന് കിട്ടും. അപ്പോൾ dx ചെയ്യുമ്പോൾ dz/log a എന്ന് കിട്ടും. അപ്പോൾ x 0 ആവുമ്പോൾ z 0 ആണ്, x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ z ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഫസ്റ്റ് ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, അങ്ങനെ കിട്ടും. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി x⁻a ഡിവൈഡഡ് ബൈ a⁻a dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി z/log a ഹോൾ റേസ് ടു a e⁻−z dz/log a എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമുക്കിങ്ങനെ ഈ ഉള്ള ലോഗകളെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ 1/log a ഹോൾ റേസ് ടു a+1 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി z⁻a e⁻−z dz എന്ന് വരും. അപ്പോൾ ഈ z⁻a നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, z⁻a+1 -1 എഴുതിക്കൂടെ. അപ്പോൾ അത് ഈ മൊത്തം ടേം നമ്മൾ നോക്കുമ്പോൾ എന്താ, ഇത് z⁻p−1 എന്നുള്ള ഫോം അല്ലേ, പിയുടെ സ്ഥാനത്ത് a+1 വരുന്ന രീതിയിൽ. അപ്പോൾ ഈ മൊത്തം ടേമിന് നമുക്ക് ഗാമ ഓഫ് പി, അപ്പോൾ ഗാമ ഓഫ് a+1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആൻസർ എന്താ വരിക, 1/log a ഹോൾ റേസ് ടു a+1 ഗാമ ഓഫ് a+1 എന്ന് കിട്ടി. അത് തന്നെയല്ല നമ്മുടെ ക്വസ്റ്റ്യനിലായിരുന്നത്, പ്രൂഫ് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ്
ഇൻ്റഗ്രൽ 0 to 1 log of 1/x ഹോൾ റേസ് ടു n - 1 dx എന്ന് പറയുന്നത് ഗാമ ഓഫ് n ആണ്. അതെന്താ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് ടി സ്ക്വയർ ടി റേസ് ടു 2n - 1 dt ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ലോഗ് ഓഫ് 1/xനെ y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇ റേസ് ടു മൈനസ് വൈ ആണ്. അപ്പോൾ ഡി എക്സ് കാണുമ്പോൾ മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ഡി വൈ എന്ന് കിട്ടും. എക്സ് സീറോയിലേക്ക് പോകുമ്പോൾ വൈ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതായത് ലോഗ് ഓഫ് 1/x അല്ലേ, അപ്പോൾ വൈ ഇൻഫിനിറ്റിയിലേക്ക് പോകും. എക്സ് 1ലേക്ക് പോകുമ്പോൾ വൈ സീറോയിലേക്ക് പോകും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇൻ്റഗ്രൽ 0 to 1 ലോഗ് ഓഫ് 1/x ഹോൾ റേസ് ടു n - 1 du എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു 0 വൈ റേസ് ടു n - 1 മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ഡി വൈ എന്ന് കിട്ടും. അപ്പോൾ എന്താ വരിക? മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു 0 ഇ റേസ് ടു മൈനസ് വൈ വൈ റേസ് ടു n - 1 ഡി വൈ എന്ന് കിട്ടും. ഇതിന് നമ്മൾ മൈനസിന് ഇപ്പോൾ മൈനസ് ഇൻ്റഗ്രൽ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ബി എന്നല്ല അർത്ഥം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു 0 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആവും. വൈ റേസ് ടു n - 1 ഇ റേസ് ടു മൈനസ് വൈ ഡി വൈ. ഇതെന്ന് പറയുന്നത് എന്താ? ഗാമ ഓഫ് n അല്ലേ. എൻ പിയുടെ സ്ഥാനത്ത് n വരണ സാധനമല്ലേ ഇത്. അപ്പോൾ ഇവിടെ ഗാമ ഓഫ് പി ഈ സാധനം എന്ന് പറയുന്നത് എന്താ? ഗാമ ഓഫ് n ആണെന്ന് കിട്ടി. ഇനി ഗാമ ഓഫ് n എന്ന് പറയുന്നത് ഇതാന്ന് പ്രൂവ് ചെയ്യണം വേണ്ടേ. അപ്പോൾ നമുക്ക് ടി സ്ക്വയറിന് യു എന്ന് കൊടുക്കാം. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ എന്താ? യു റേസ് ടു 1/2. അപ്പോൾ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 യു റേസ് ടു മൈനസ് 1/2 ഡി യു. ഇനി ടി സീറോയിലേക്ക് പോകുമ്പോൾ യു സീറോയിലേക്ക് പോകും. ടി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ യു ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇത് നമ്മുടെ ഈ ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ടി റേസ് ടു 2n - 1 ഡി ടി എങ്ങനെയാണ് മാറുക? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് യു യു റേസ് ടു 1/2 ഹോൾ റേസ് ടു 2n - 1 ഇൻറ്റു 1/2 യു റേസ് ടു മൈനസ് 1/2 ഡി യു ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി യു റേസ് ടു n - 1 ഇ റേസ് ടു മൈനസ് യു ഡി യു എന്ന് കിട്ടും. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ സാധനം ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ വരിക? യു റേസ് ടു 1/2 ഇൻറ്റു 2n - 1 ഇത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താ വരിക? യു റേസ് ടു n - 1 വരും. പിന്നെ ഇതും ഇയും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് യു റേസ് ടു n - 1 വരിക. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി യു റേസ് ടു n - 1 ഇ റേസ് ടു മൈനസ് യു ഡി യു. ഇതെന്ന് പറയുന്നത് ഗാമ ഓഫ് n ആണ്. അത്രയേ ഉള്ളൂ പ്രൂഫ്.